Hello dears, welcome to Thunder Kitchen Recipes. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് ഇന്നത്തെ റെസിപ്പി. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കൈകളിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. വെറും സവാള മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. ഇത് ചോറ് കെട്ടി കൊണ്ടുപോകാനും നല്ലതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. കാരണം നമ്മളിതിൽ തേങ്ങ ചേർത്താണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ചേർത്ത് പൊട്ടിച്ച് വേപ്പില ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വലുതാക്കി അരിഞ്ഞ സവാള ചേർക്കുക. നീളത്തിൽ ചെറുതാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത്. നമ്മൾ ക്യാബേജൊക്കെ അരിയുന്ന രീതിയിൽ. സവാളയ്ക്ക് മാത്രം വേണ്ട ഉപ്പ് ചേർക്കുക. ഞാനൊരു വലിയ സവാളയും പിന്നെ ഒരു മീഡിയം സവാളയുടെ പകുതിയുമാണ് എടുത്തിരിക്കുന്നത്. സവാളയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള നല്ലതുപോലെ വഴന്നു വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വെള്ളം വറ്റുന്നത് വരെ വേവിക്കുക. കൂടുതൽ വെള്ളം ചേർക്കരുത്. സവാള വേകുന്ന സമയത്ത് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. ഒരു ചെറിയ ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ നാടൻ മുളക് പൊടി ചേർക്കുക. തേങ്ങയ്ക്ക് വേണ്ട ഉപ്പും കൂടി ചേർക്കുക. ഫ്രഷ് വേപ്പില കുറച്ച് ചേർക്കുക. 2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് ഞെരടി തിരുമ്മി കുഴച്ചെടുക്കുക. വെള്ളം ചേർത്ത് കുഴക്കുമ്പോൾ തേങ്ങാപ്പാലൊക്കെ കുറച്ച് പുറത്ത് വരും. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ നല്ലതുപോലെ കുഴിച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക. ഇപ്പോൾ സവാളയിൽ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. കണ്ടോ, സവാള കൂടുതൽ വെന്ത് അവിഞ്ഞ് പോകരുത്. നമുക്ക് ഒന്ന് ബൈറ്റ് ചെയ്യാൻ കിട്ടണം, കടിക്കാൻ കിട്ടണം. കൂടുതൽ വെന്ത് പോയാൽ കൊള്ളില്ല. ഈ സമയത്ത് നമുക്ക് കുഴച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നല്ലതുപോലെ ഈ സവാളയുമായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഏകദേശം നമ്മൾ ക്യാബേജ് തോരൻ വെക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ ഉണക്കമുളക് പൊടിയാണ് ചേർക്കുന്നത്, പച്ചമുളക് ചേർക്കാറില്ല. പിന്നെ പച്ചമുളക് ചേർക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് അത് ചേർത്ത് ഉണ്ടാക്കാം. പക്ഷേ ഇതാണ് കൂടുതൽ ടേസ്റ്റ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് തേങ്ങ ഒന്ന് ചൂടാവുന്നത് വരെ കുക്ക് ചെയ്യാം. 1 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും മീഡിയം ഹീറ്റിൽ. കൂടുതൽ തേങ്ങ വെന്ത് പോയാൽ ടേസ്റ്റ് കുറഞ്ഞു പോകും. അതുകൊണ്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. വേപ്പിലയുടെ മണമൊക്കെ ഈ തോരനിലൊന്ന് പിടിക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തോരനാണിത്. സവാളയ്ക്ക് പകരം നമുക്ക് ഉള്ളിയിലും ഇത് ചെയ്യാവുന്നതാണ്. വളരെ നല്ല ടേസ്റ്റാണ്. സവാളയാകുമ്പോൾ നമുക്ക് വേഗത്തിൽ ഒരുക്കിയെടുക്കാം. രാവിലെ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുത്ത് ലഞ്ച് ബോക്സിൽ വെച്ച് കൊണ്ടുപോകാവുന്നതാണ്. ചോറിന് നല്ലൊരു സൈഡ് ഡിഷാണിത്. പിന്നെ രാവിലെ കഞ്ഞി കഴിക്കുന്നവർക്കാണെങ്കിൽ കഞ്ഞിയുടെ കൂടെയും കഴിക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ സവാള കൊണ്ടുള്ള ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.